ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും കട്ട് ഓഫ് പ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് LDCയുമായി ബന്ധപ്പെട്ട് എങ്ങനെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ LDCയുമായി ബന്ധപ്പെട്ട് സ്റ്റഡി പ്ലാൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോൾ പരീക്ഷ മന്ത് ഏകദേശം അനൗൺസ് ആയിട്ടുണ്ട്. ജൂലൈയിലാണ് പരീക്ഷയുള്ളത്. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഇനി കൃത്യം 7 മാസം മാത്രമാണുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ സിലബസ് പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് റിവിഷൻ ചെയ്യാനുള്ള സമയം, കൃത്യമായിട്ടുള്ള സമയമാണ് ഈ 7 മാസം എന്ന്. അതിൽ കൂടുതലായിട്ടുള്ള സമയം നിങ്ങൾക്കില്ല. അപ്പോൾ അതിൻ്റെ ഒരു സിലബസ് PSC ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. ഈ വർഷം ആദ്യം ജനുവരി 3-ാം തീയതിക്കുള്ളിൽ തന്നെ നമുക്ക് PSC LDCയുടെ ഇത്തവണത്തെ സിലബസ് നമുക്ക് തന്നിട്ടുണ്ട്. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ലാംഗ്വേജിൻ്റെ കേസിൽ മാത്രമാണ് ചെറിയൊരു വ്യത്യാസം വന്നിരിക്കുന്നത്. ബാക്കി എല്ലാ പാർട്ടും സെയിം ആണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ചരിത്രത്തിന് 5 മാർക്ക്, ഭൂമിശാസ്ത്രം 5 മാർക്ക്, എക്കണോമിക്സ് ധനതത്വശാസ്ത്രം 5 മാർക്ക്, ഭരണഘടന 5, കേരള ഭരണവും ഭരണ സംവിധാനങ്ങളും 5, ജീവശാസ്ത്രം പൊതുജന ആരോഗ്യം 6, ഭൗതികശാസ്ത്രം ഫിസിക്സ് 3, രസതന്ത്രം 3, കലാകായിക സാഹിത്യം സംസ്കാരം 5, കമ്പ്യൂട്ടർ 3 മാർക്ക്, സുപ്രധാന നിയമങ്ങൾ 5 മാർക്ക്, ആനുകാലിക വിഷയങ്ങൾ 20 മാർക്ക്, മാത്സ് 10, മലയാളം 10, ഇംഗ്ലീഷ് 10. അങ്ങനെയാണ് സിലബസിൻ്റെ ഘടനയുള്ളത്. നിങ്ങൾക്കെല്ലാം അറിയാം, കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഈ സിലബസ് പ്രിൻ്റ് ഔട്ട് എടുക്കുക എന്നാണ്. നിങ്ങൾ മൊബൈൽ ഉണ്ടായിട്ട് കാര്യമില്ല. തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിലബസ് പ്രിൻ്റ് ഔട്ട് എടുക്കുക. ഒരു 10-12 പേജ് വരും. രണ്ട് സൈഡുമായിട്ട് എടുത്തിട്ട് ഈ പ്രിൻ്റ് ഔട്ട് ഉള്ള ഒരു സിലബസ് നിങ്ങളുടെ കയ്യിൽ PDF ആയിട്ടല്ല, നമ്മുടെ ഹാർഡ് കോപ്പി ആയിട്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ സിലബസ് വേണം. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ഒരു സാധനം പഠിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്കൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കണം. ഓരോ ദിവസം തുടങ്ങുമ്പോഴും നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം, ഇന്ന് നിങ്ങൾ പഠിക്കാൻ പോകുന്ന സംഭവങ്ങൾ എന്താണ് എന്ന് നിങ്ങൾ തലേന്ന് തന്നെ, അല്ലെങ്കിൽ നാളെ നിങ്ങൾ പഠിക്കാൻ പോകുന്ന സംഭവം എന്താണെന്ന് ഇന്ന് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കണം. ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കണം. ആ സ്റ്റഡി പ്ലാനിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, എല്ലാ ദിവസവും എല്ലാ വിഷയങ്ങളും ഒരു റൗണ്ടിൽ കറങ്ങി വരുന്ന രീതിയിലായിരിക്കണം സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ പലർക്കും സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പലരും പറയാറുണ്ട് ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാന്നനുസരിച്ച്. അപ്പോൾ അത്തരം ഡൗട്ടുള്ളവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ സ്റ്റഡി പ്ലാനിൻ്റെ കേസിൽ ഞങ്ങൾ പറഞ്ഞു തരാം. അല്ലാത്തവരുടെ അവരവരുടെ സമയം അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സമയം, ചിലർക്ക് രാവിലെ ആയിരിക്കാം സമയം, ചിലർക്ക് വൈകുന്നേരം കൂടുതൽ സമയം ഇരിക്കാനായിരിക്കും ഇഷ്ടം. അങ്ങനെയുള്ളവർ അങ്ങനെ നോക്കിയെടുക്കുക. ഇനി അല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ നോക്കിയിട്ട്, അത് ചില ആൾക്കാർ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്, കൂടുതൽ ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ കൂടുതൽ സമയം കൊടുക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ ഈക്വലായിട്ട് കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വിഷമമുള്ള സബ്ജക്റ്റുകൾക്ക് 1-2 ദിവസം കൂടുതൽ ഇട്ടുകൊണ്ട് വേണം നിങ്ങൾ സ്റ്റഡി പ്ലാൻ തയ്യാറാക്കാൻ. നല്ല രീതിയിൽ എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്കൊക്കെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതി എന്ന് പറയുന്നത്, ഒരു ദിവസം തന്നെ നിങ്ങൾ 3-4 സബ്ജക്റ്റിൽ കൂടെ കടന്നു പോകുന്നതാണ് നല്ലത്. ചില പേർക്ക് അങ്ങനെ ആയിരിക്കും നല്ലത്. എന്നാൽ ചില ആളുകൾക്ക് ഒരു ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഒരു സബ്ജക്റ്റ് മാത്രം പഠിക്കുന്നതാണ് നല്ലത്. അങ്ങനെ നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ നിങ്ങളുടേതായ രീതിയിൽ സെറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളത് സ്റ്റഡി പ്ലാൻ PDF ആയിട്ടൊക്കെ വേണമെന്നുള്ളവർ മറ്റ് 2-3 സ്റ്റഡി പ്ലാനുകൾ, ടൈം ടേബിളും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങൾ ചോദിച്ചാൽ ഞങ്ങൾ PDF ആയിട്ട് തരാം. അപ്പോൾ ഇനി അടുത്തൊരു കേസ് എന്ന് പറയുന്നത്, അടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്ത ശേഷം നിങ്ങൾ കളക്ട് ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്കറിയാം, ഒരുപാട് പബ്ലിക്കേഷൻസ് ഇപ്പോൾ ഇറങ്ങുന്നുണ്ടാവും. 2020 തൊട്ട് 2019 തൊട്ട് 19 ലാസ്റ്റ് തൊട്ട് 2020 തൊട്ട് നടന്ന 10th ലെവൽ എക്സാംസ്, ഒരുപാട് എക്സാംസ് ഇപ്പോൾ നടന്നു കഴിഞ്ഞു. 10th ലെവൽ കഴിഞ്ഞ LDC LGS അടക്കം. അപ്പോൾ അതിൻ്റെ അടക്കം എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങണം. ക്വസ്റ്റ്യൻ പേപ്പർ കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം. ഓരോ ഭാഗത്തും, ഇപ്പോൾ കേരള ചരിത്രം എടുക്കുകയാണെങ്കിൽ, കേരള ചരിത്രത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്ന പാർട്ട് ഏത് തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഭൂമിശാസ്ത്രം എടുക്കുകയാണെങ്കിൽ കേരള ഭൂമിശാസ്ത്രത്തിൽ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ വന്ന ഏതാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ ഭൂമിശാസ്ത്രമാണ്. അങ്ങനെ നിങ്ങൾ ഓരോ ടോപ്പിക്ക് എന്ത് ചെയ്യുക, വിഭജിച്ച് വെക്കുക. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു സിലബസിൽ നിന്ന് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ട, ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട ഒരു 4-5 ടോപ്പിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. മറ്റുള്ളവയൊക്കെ ഒരു മീഡിയം സൈസിൽ 1-2 ക്വസ്റ്റ്യൻസ് മാത്രം വരുന്നവയായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കോൺസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾ നോക്കുകയാണ്, ഭരണഘടനയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ഭരണഘടന അസംബ്ലി, മീൻസ് നമ്മുടെ ആ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയാണ്. ആ ഒരു നിയമനിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് എത്ര ആൾക്കാരെ നിയമിച്ചു, അവിടുത്തെ ഓരോ കമ്മിറ്റിയുടെ തലവന്മാർ ആരൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ അതൊരു ഹോട്ട് ടോപ്പിക്കാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിൽ അതൊരു ഹോട്ട് ടോപ്പിക്കാണ്. അപ്പോൾ അങ്ങനെ ഓരോ സബ്ജക്റ്റിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഹോട്ട് ടോപ്പിക്സ് ക്രിയേറ്റ് ചെയ്ത് വെക്കണം. നിങ്ങളിപ്പോൾ ഈ സിലബസിൽ കാണുന്ന ഇന്ത്യ, ഭൂപ്രകൃതി, സംസ്ഥാനങ്ങൾ, അവയുടെ സവിശേഷതകൾ തുടങ്ങിയത്, ഇപ്പോൾ ഈ സംസ്ഥാനങ്ങളും അവയുടെ സവിശേഷതകൾ തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ എന്തില്ല, ഇപ്പോൾ കുറേ കാലമായിട്ട് അധികം ചോദിക്കാണെന്നില്ല. അതുകൊണ്ട് തന്നെ അത് എന്താണ്, ചൂട് കുറഞ്ഞ ഒരു ടോപ്പിക്കാണ്. പക്ഷേ നദികളുടെ ക്വസ്റ്റ്യൻസ് ഇല്ലാത്ത ഒരു 10th ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ നദികൾ എന്ന് പറയുന്നത് ഹോട്ട് ടോപ്പിക്കാണ്. അങ്ങനെ കൃത്യമായിട്ട് നിങ്ങൾ സിലബസ് എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്തിരിക്കണം.
നെക്സ്റ്റ് നിങ്ങൾ നോക്കേണ്ടതാണ് SCERT. SCERTയുടെ ഒരു ശ്രദ്ധിക്കേണ്ടത് SCERTയുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ചാപ്റ്റേഴ്സ് മീൻസ് ഏതൊക്കെ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണം എന്ന് ഓൾറെഡി നമ്മൾ PDF നമ്മുടെ കയ്യിൽ ഒരുപാട് പേർ കൊടുത്തിട്ടുള്ളതാണ്, ടെലഗ്രാമിലും വാട്സപ്പിലും ഒക്കെ ചോദിക്കുന്നവർക്ക്. അപ്പോൾ അതില്ലാത്തവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് ഞങ്ങൾ ആ PDF തരാം. അതായത് SCERT ലിസ്റ്റ്, ഓരോ ടോപ്പിക്കിൻ്റെയും ചാപ്റ്റർ വൈസ് ലിസ്റ്റ് നോക്കണം. ആ ചാപ്റ്റേഴ്സൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുന്നു. ഈ SCERT ചാപ്റ്റേഴ്സിനനുസരിച്ച് ഫിസിക്സിൽ എത്ര ചാപ്റ്റേഴ്സ്, ഫിസിക്സിൽ 10-15 ചാപ്റ്റേഴ്സ് ഉണ്ടാവും. ചിലപ്പോൾ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഒരു 10-15-20 ചാപ്റ്റേഴ്സ് ഉണ്ടാവും. ആ 20 ചാപ്റ്റേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതായത് നിങ്ങൾ നല്ലതെന്ന് പറയുന്നത് ശരിക്കും 10ാം ക്ലാസ് മുതൽ പുറകോട്ട് പഠിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. നിങ്ങൾക്ക് മനസ്സിലാവുകയൊക്കെ ചെയ്യും, അതൊന്നും വലിയ കുഴപ്പമില്ല. അതുകൊണ്ട് 10ാം ക്ലാസ് മുതൽ പുറകോട്ട് 10, 9, 8, 7, 6, 5, 4 അങ്ങനെ 5ാം ക്ലാസ് വരെയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ വിഷയത്തെയും ചാപ്റ്റേഴ്സ് എടുത്ത് പഠിക്കുക. കാരണം SCERTയിൽ 10th ലെവൽ പരീക്ഷയിൽ പ്രത്യേകിച്ച് LDCയിൽ കൂടുതലായിട്ട് വരാൻ ചാൻസ് ഉള്ളത് ഈ SCERT ചാപ്റ്റേഴ്സിനാണ്. അതോടൊപ്പം തന്നെ പഠിക്കേണ്ട ഒരു സംഭവമാണ് ഇത് ക്വസ്റ്റ്യൻ പൂൾ. ക്വസ്റ്റ്യൻ പൂളിൽ ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും ക്വസ്റ്റ്യൻ പൂൾ, ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴേക്കും ക്വസ്റ്റ്യൻ പൂളിൽ ആ ചാപ്റ്റേഴ്സ് എടുക്കുക, അതിലെ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അടുത്താണ് നമ്മൾ പറയുന്നത് കറണ്ട് അഫെയർ ആണ്. കറണ്ട് അഫെയർ എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, കറണ്ട് അഫെയർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. 2022 ജനുവരി തൊട്ട് 2023 ജൂലൈ വരെയുള്ള മന്ത്ലി കറണ്ട് അഫെയർ നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. അപ്പോൾ 2022 ജനുവരി തൊട്ട് 2023 ജൂലൈ വരെയുള്ള മന്ത്ലി കറണ്ട് അഫെയർസ് പഠിച്ചിരിക്കണം. അതിൽ തന്നെ ഒരു പോയിന്റ് പോലും എന്ത് ചെയ്യാൻ വിട്ട് കളയാൻ പാടില്ല. പക്ഷേ 2022 ജൂൺ മുതലുള്ള പ്രധാനപ്പെട്ട ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുപോലെ 2022 ജൂൺ തൊട്ട് 2022 ഡിസംബർ വരെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. അതുപോലെ 2022 ജൂൺ തൊട്ട് 2021 ജൂൺ വരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ നമുക്കറിയാം കറണ്ട് അഫെയർസ് എന്ന് പറയുമ്പോൾ അത്രയും പുറകോട്ട് PSC ഇപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പോൾ എങ്കിലും അവിടുത്തെയൊക്കെ ഈ കറണ്ട് അഫെയർ പഠിക്കുമ്പോൾ ഒരു അവാർഡ്സാണ് നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ 1, 2, 3 ആദ്യത്തെ പഠിക്കുക, ഇപ്പോഴത്തെ കറണ്ട് അഫെയർ പഠിക്കുക. അതുപോലെ സ്പോർട്സിലെയാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം കപ്പടിച്ച ആൾക്കാർ പഠിക്കുക, ആദ്യം കപ്പടിച്ച ആൾക്കാരെ പഠിക്കുക, ആദ്യം കപ്പടിച്ച വേദി പഠിക്കുക, തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അതേപോലെ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടതാണ് ഇംഗ്ലീഷ്, മലയാളം, മാത്സ്. ഈ 3 ഇംഗ്ലീഷ്, മലയാളം, മാത്സ് എല്ലാ ദിവസവും ഈ കറണ്ട് അഫെയർസിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യണം, ഓരോ ദിവസവും ഒരു അരമണിക്കൂറെങ്കിലും അത്ര പഠിക്കണം. ഒരു ടോപ്പിക്ക് മാത്രം, ഇംഗ്ലീഷിൻ്റെയൊക്കെ ഒറ്റ ടോപ്പിക്ക് മാത്രം പഠിക്കുക. നിങ്ങൾക്ക് ഏത് ആപ്പ് പോയി പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ യൂട്യൂബിൽ പഠിക്കുമ്പോഴൊക്കെ ഇംഗ്ലീഷിൻ്റെയൊക്കെ ഗ്രാമർ പാർട്ടിൻ്റെ ഒരു ടോപ്പിക്ക് പഠിക്കാൻ ഒരു 3-4 ക്ലാസ്സാണ് ആകെ ഉണ്ടാവുക. അത് നിങ്ങൾ എന്ത് ചെയ്യുക, വേണമെങ്കിൽ സ്പീഡൊക്കെ കുറച്ച് കൂട്ടിയിട്ടുകൊണ്ട്, വീഡിയോൻ്റെയൊക്കെ സ്പീഡൊക്കെ കുറച്ച് കൂട്ടിയിട്ടുകൊണ്ട് ആ ഒരു ടോപ്പിക്ക് അന്ന് എന്തായാലും പഠിക്കുക. മലയാളം അതുപോലെ പഠിക്കുക. മാത്സും എന്ത് ചെയ്യുക, 1-2 പ്രോബ്ലംസ് നിർബന്ധമായും ചെയ്തു പോവുക. ഇങ്ങനെ എല്ലാ വിഷയവും ടച്ച് ചെയ്ത് പോയാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ സമയത്ത് അത് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പ്രധാനപ്പെട്ട സംഭവ വിഷയങ്ങളാണ് നമ്മുടെ ഭരണ സംവിധാനങ്ങളും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നിയമങ്ങളും എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട നിയമങ്ങൾ നമുക്ക് ആകെ 5 എണ്ണം മാത്രമേ അതിൽ പഠിക്കാനുള്ളൂ. നമുക്ക് ആ ഒരു സിലബസ് കാണാം. അപ്പോൾ സുപ്രധാന നിയമങ്ങൾ എന്നുള്ള ഈ സിലബസിൽ നിങ്ങൾക്ക് 5 നിയമങ്ങളെക്കുറിച്ച് മാത്രമേ പഠിക്കാനുള്ളൂ. അതിൽ എല്ലാ പ്രാവശ്യവും നമ്മൾ പഠിക്കുന്ന നിയമങ്ങൾ തന്നെയല്ലേ ഇതിലൊന്നും എന്ത് ചെയ്യാനില്ല, ഒരു മാർക്ക് പോലും കളയാൻ പാടില്ല, ഇവിടെയും കളയാൻ പാടില്ല. അതുപോലെ കേരള ഭരണ സംവിധാനങ്ങൾ എന്ന് പറയുന്ന ആ ടോപ്പിക്കിൽ എന്ത് ചെയ്യാൻ പാടില്ല, കളയാൻ പാടില്ല. കേരള ഭരണ സംവിധാനങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഈ നിയമത്തിൽ വന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ആ മാറ്റങ്ങൾ തീർച്ചയായിട്ടും നോട്ട് ചെയ്ത് വെക്കുക. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരും. എന്നാൽ കേരള ഭരണ സംവിധാനത്തിൽ പഠിക്കുമ്പോൾ ഇപ്പോൾ തണ്ണീർത്തടങ്ങളാണ് നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ തണ്ണീർത്തടവുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ വെബ്സൈറ്റുകൾ, തണ്ണീർത്തടവുമായി ബന്ധപ്പെട്ട അവരുടെ വെബ്സൈറ്റിൽ പോവുക, അവരുടെ വിഷൻ എന്തൊക്കെയാണ് അതിൽ കൊടുത്തിരിക്കുന്നത് പഠിക്കുക. അതുപോലെ മറ്റ് ജല അതോറിറ്റിയുടെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ അത്തരം എന്തുമായി പഠിക്കുമ്പോഴും അതിൻ്റെ വെബ്സൈറ്റ് പഠിക്കുക. അതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് അവരുടെ മിഷൻ എന്തൊക്കെയാണ്, സോഷ്യൽ സെക്യൂരിറ്റി സ്കീമുകളെ കുറിച്ച് പഠിക്കുമ്പോൾ അത് പഠിക്കുക. തുടങ്ങിയ ആ സോഷ്യൽ സെക്യൂരിറ്റി സ്കീമൊക്കെ ഇതിൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അവരുടെ വെബ്സൈറ്റുകൾ പോവുക, വനിതാ വികസന വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ പോവുക. അപ്പോൾ അവരുടെയൊക്കെ മിഷനും എന്തൊക്കെയാണെന്ന് പഠിക്കുക. അത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരും. ബാക്കിയെല്ലാം നിങ്ങൾക്ക് അറിയുന്ന, നിങ്ങൾ പഠിച്ചു വരുന്ന ടോപ്പിക്കാണ്. ജോഗ്രഫി ആയിക്കോട്ടെ, ഹിസ്റ്ററി ആയിക്കോട്ടെ, അതൊക്കെ നിങ്ങൾ SCERT കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി ജോഗ്രഫിയും ഹിസ്റ്ററിയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, മാർക്കായിട്ട് കയറി വരുന്നുണ്ട്. പിന്നെ എക്കണോമിക്സിൻ്റെ കേസിൽ മാത്രം പറയുമ്പോൾ കുറച്ച് എന്ത് ചെയ്യുക, കുറച്ച് അപ്ഡേറ്റഡ് ആയിട്ട് പഠിക്കുക. ഇപ്പോഴത്തെ കറണ്ട് അഫെയർസുമായി റിലേറ്റഡ് എന്ത് ചെയ്യുക, കറണ്ട് അഫെയർസ്, എക്കണോമിക്സിൻ്റെ കറണ്ട് അഫെയർസ് തീർച്ചയായിട്ടും സ്പെഷ്യലായിട്ട് എടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, പഠിക്കുക. കറണ്ട് അഫെയർസ് പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ടോപ്പിക് വൈസ് കറണ്ട് അഫെയർ പഠിക്കണം. ഹിസ്റ്ററിയിലുള്ള, ജോഗ്രഫിയിലുള്ള, എക്കണോമിക്സിലുള്ള, കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള കറണ്ട് അഫെയർസ് എന്ത് ചെയ്യുക, അത്തരത്തിൽ അങ്ങനെ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾ സാധാരണ പഠിക്കുന്ന ഏതെങ്കിലും ഒരു ആപ്പോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു നോട്ടൊക്കെ ഉണ്ടാവും. അതുകൂടാതെ
ഗൂഗിൾ തന്നെ സെർച്ച് ചെയ്തുകൊണ്ട് ടോപ്പിക് വൈസ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സും കൂടി പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് ബേസിക്കായിട്ട് ഒരു എൽ ഡി സി ലക്ഷ്യം വയ്ക്കുന്ന ഉദ്യോഗാർത്ഥികൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അത് പ്രധാനപ്പെട്ട കാര്യം SCERT ചാപ്റ്റേഴ്സ് ലിസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം, സ്റ്റഡി ടൈം ടേബിൾ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. അപ്പോൾ ഈ രണ്ടും ഇല്ലെങ്കിൽ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് PDF നമ്മുടെ കയ്യിൽ നമ്മളത് സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ LDC പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ കൂടുതൽ അപ്ഡേറ്റ്സുകളായിട്ട് ഇനി മുമ്പോട്ട് പോകുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരാം. ഇത് പെട്ടെന്ന് വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചെയ്തതാണ്. അപ്പോൾ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ജോലി കിട്ടട്ടെ. താങ്ക്